സംസ്ഥാനത്തിന്റെ പൊതു രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ വലിയ അവകാശവാദം യുഡിഎഫിനുണ്ട്, വലിയ പ്രതീക്ഷകൾ യുഡിഎഫിനുണ്ട്. പുറത്തുവരുന്ന സർവേകളെല്ലാം യുഡിഎഫ് നേതൃത്വം തള്ളിയിട്ടുണ്ട്. കാരണം നാരോ എഡ്ജൊന്നുമല്ല, അതിശക്തമായ യുഡിഎഫ് മുന്നേറ്റമുണ്ടാക്കും, അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇതാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. വി സതീശന്റെ വാക്കുകൾ നമ്മൾ അല്പസമയം മുമ്പ് കേട്ടപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നതും അതുതന്നെയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രധാനമാണ് യുഡിഎഫ് ക്യാമ്പിന്റെ പ്രതീക്ഷകളും നീക്കങ്ങളും എന്ന കാര്യം കൂടിയുണ്ട്. നമുക്ക് വിശദമായി പരിശോധിക്കാം. ഡാൻ കുര്യൻ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. ഡാൻ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് എന്നതിനപ്പുറം സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ യുഡിഎഫിന്റെ പ്രതീക്ഷകൾ ഏത് രീതിയിലേക്ക് പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ പുറത്തുവരുന്ന സർവേകളൊക്കെ യുഡിഎഫ് ക്യാമ്പിന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. ഒരുപക്ഷെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാവാം വി സതീശനടക്കം അത്തരം നിലപാടുകൾ സ്വീകരിച്ചത്. എന്താണ് യുഡിഎഫ് ക്യാമ്പിന്റെ അവസാനവട്ട പ്രതീക്ഷകൾ? എത്ര സീറ്റ് നേടും എന്നാണ് അവർ കണക്കുകൂട്ടുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിലേതിന് സമാനമായി സംസ്ഥാനത്ത് വലിയൊരു ഭരണവിരുദ്ധ വികാരം അലയടിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യുഡിഎഫ് ക്യാമ്പ്. അതിൽ പ്രതിപക്ഷ നേതാവ് വി സതീശൻ 100 സീറ്റിന് മുകളിൽ നേടിക്കൊണ്ട് യുഡിഎഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ്. അതേസമയം പ്രവർത്തക സമിതി അംഗമായ AK ആന്റണി, സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന കോൺഗ്രസ് നേതാവാണ് AK ആന്റണി, അദ്ദേഹം തൊട്ട് താഴോട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഏതാണ്ടൊരു 75-നും 80-നും ഇടയിൽ സീറ്റുകൾ ലഭിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരാനാണ് സാധ്യത എന്നൊരു വിലയിരുത്തലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം പ്രധാനപ്പെട്ട നേതാക്കളും. അതോടൊപ്പം AICCയുടെ ചില ഇന്റേണൽ സർവേകളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ അവസാനവട്ട സർവേ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് കൂടെ വരുമ്പോൾ മാത്രമേ കോൺഗ്രസ് ക്യാമ്പ് ഏത് തരത്തിലാണ് അവസാനവട്ട പ്രതീക്ഷകൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെച്ച് പുലർത്തുന്നത് എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും നിലവിൽ കോൺഗ്രസ് ക്യാമ്പിന്റെ യുഡിഎഫിന്റെ വിലയിരുത്തൽ അനുസരിച്ച് കാസർഗോഡ് മുതൽ, അതായത് വടക്കൻ കേരളത്തിൽ അങ്ങ് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ സീറ്റുകളിൽ നിന്ന് തന്നെ, അതായത് മികച്ച ഒരു ഭൂരിപക്ഷത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയും. അതായത് വലിയൊരു ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ മലപ്പുറം അടക്കമുള്ള ജില്ലകളിലെ മുഴുവൻ സീറ്റുകളും നേടാനാകും. അങ്ങനെയെങ്കിൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ സീറ്റുകൾ കൊണ്ട് തന്നെ അവർക്ക് അധികാരത്തിലേക്ക് മടങ്ങി വരാനാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വലിയ ചലനം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി പത്തനംതിട്ടയിൽ ഉൾപ്പെടെ, പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും അടക്കം വലിയ തരത്തിലുള്ള ഒരു ചലനമുണ്ടാക്കാൻ യുഡിഎഫിന് കോൺഗ്രസിന് കഴിയുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തെക്കൻ കേരളത്തിൽ കൊല്ലത്തും തിരുവനന്തപുരത്ത് പരമാവധി 6 മുതൽ 8 സീറ്റുകൾ വരെ നേടാം എന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. അതിൽ 5 സീറ്റുകൾ ഉറപ്പായും ലഭിക്കുമെന്ന വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. എന്തായാലും BJP അക്കൗണ്ട് തുറക്കും തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് നേമത്തും കഴക്കൂട്ടത്തും എന്ന തരത്തിലുള്ള വലിയ വ്യാഖ്യാനങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഡീൽ വിവാദമാക്കി ഉയർത്തിക്കാണിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് കടക്കുന്നത്. എന്തായാലും ഈ പ്രതിപക്ഷ നേതാവ് 100-ന് മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയിൽ, ആത്മവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും മറ്റ് പല നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം പല മണ്ഡലങ്ങളിലും നടക്കുന്നു. അതിൽ ഒരു 80 സീറ്റ് വരെ നേടാം, 75-നും 80-നും സീറ്റിനിടയിൽ ലഭിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരാനാണ് സാധ്യതയെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം നേതാക്കൾ, അതായത് ഈ സർവേ ടീമുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ അത്തരം അഭിപ്രായമാണ് ഈ അവസാന ഘട്ടത്തിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? നമുക്ക് എന്തായാലും കോൺഗ്രസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ട്. എന്തായാലും ഡാൻ തിരക്കിലാണ്, അതുകൊണ്ട് തൽക്കാലം ഡാനിലേക്ക് പിന്നീട് മടങ്ങി വരാം. CPMന്റെ പ്രതീക്ഷകൾ മുഖ്യമന്ത്രി ഇന്നലെ പങ്കുവച്ചതാണ്. CPM പ്രതീക്ഷകൾ എന്ന് പറയുന്നത് 2021 വലിയ വിജയമാണ്. ഒരുപക്ഷെ പ്രായോഗികതയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ചേർന്ന് പോകുന്നതാണോ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ എന്ന സംശയം കൂടിയുണ്ട്. എന്തായാലും ഇടതുപക്ഷത്തിന്റെ കണക്കെടുക്ക് നിർണായകമാണ്. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, CPM ഇടതുമുന്നണി നേതൃത്വം കണക്കിലെടുക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണോ? അതിനപ്പുറം പുറമേക്ക് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നു എന്നതിനപ്പുറം ഉള്ളിൽ ആശങ്കപ്പെടുത്തുന്ന ഘടകങ്ങൾ CPMനെ, ഇടതുമുന്നണിയെ അലട്ടുന്നില്ലേ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റെങ്കിലും അധികം ലഭിച്ച് അധികാരത്തിൽ തുടരുമെന്ന് തന്നെ മുഖ്യമന്ത്രി ഇന്നലെ നമ്മോട് സംസാരിക്കുമ്പോഴും വ്യക്തമാക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം തുടരുകയാണ്. അവിടെയും അദ്ദേഹം ഇതിൽ ഒരു വ്യക്തമായ നിലപാട് പറയാൻ സാധ്യതയുണ്ട്. ഏതായാലും അങ്ങനെ പറയുമ്പോഴും സംസ്ഥാനത്ത് പല സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന ഒരു പൊതു വിലയിരുത്തൽ CPM നേരത്തെ തന്നെയുണ്ട്. 24 സീറ്റ് വരെ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ അവിടെ ഒരു 8-10 സീറ്റ് അധികം, കഴിഞ്ഞ തവണ ഇല്ലാതിരുന്ന 8-10 സീറ്റ്
74 സീറ്റ് ലഭിക്കാം. അതിൽ കൂടി 8 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ 84, 82, 84 ഇടയ്ക്ക് സീറ്റ്. ഇതാണ് CPM നേതൃത്വത്തിന്റെ ഒരു പ്രതീക്ഷ. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും വ്യക്തമാക്കുന്നതും അദ്ദേഹം യോഗങ്ങൾ പ്രസംഗിക്കുന്നതും ഒക്കെ 100-ന് മുകളിൽ സീറ്റ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഏത് വിപരീത സാഹചര്യത്തിലും ഒരു യെസ്, അരുൺ സംസാരിച്ചതാണ്. അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ എന്തായാലും CPM-ന്റെ പ്രതീക്ഷകൾ അങ്ങനെയാണ്. മുഖ്യമന്ത്രി വികസന രേഖ പുറത്തിറക്കിയ ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപിക്കുന്നതിനും 2 ദിവസം മുൻപാണ് പ്രധാനമന്ത്രി ചില റീച്ചുകൾ ഉദ്ഘാടനം ചെയ്തത്. ഏതാനും റീച്ചുകൾ കൂടി ഉദ്ഘാടനത്തിന് അടുത്തെത്തിക്കഴിഞ്ഞു. നല്ല പുരോഗതി ആ കാര്യത്തിൽ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുക. പക്ഷേ ദേശീയപാതയോടൊപ്പം തന്നെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വേഗത കൂട്ടുന്നതിനായി 2 റോഡുകൾ കൂടി പ്രധാനപ്പെട്ടവ എന്ന നിലക്ക് സംസ്ഥാന സർക്കാർ നടപ്പാക്കുകയാണ്. അതിലൊന്നാണ് മലയോര ഹൈവേ, മറ്റൊന്നാണ് തീരദേശ ഹൈവേ. രണ്ടിനും കൂടി 10,000 കോടി രൂപ ചെലവിടണമെന്നാണ് നേരത്തെ കണക്കാക്കിയുള്ളത്. അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഇവിടെ വയനാടിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. വയനാട് നല്ല മഴ പെയ്താൽ പിന്നെ ചുരം വഴിയുള്ള യാത്ര തടസ്സപ്പെടുന്ന നിലയാണ്. പല ഘട്ടത്തിൽ ആ പ്രയാസം നമ്മൾ അനുഭവിക്കുന്നത്. അതിനുള്ളൊരു പരിഹാരമെന്ന നിലക്കാണ് തുരങ്കപാതയെക്കുറിച്ച് ആലോചിച്ചത്. 2018 മഹാപ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള വൻ പദ്ധതികൾ നടപ്പിലാക്കണം. ഒരു പ്രളയത്തിനോ മറ്റോ തകർക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിർമ്മാണങ്ങൾ വേണം എന്ന് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായി തന്നെയാണ് വയനാടിൻ്റെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു പദ്ധതി എന്ന നിലക്ക് ആനക്കാംപൊയിൽ തുരങ്കപ്പാതയുടെ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ അനുമതികളുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചും കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.